Hi all. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ആണിത്. ഫൈൻഡ് ഔട്ട് ദ സപ്പോർട്ട് റിയാക്ഷൻസ് ഫോർ ദ ബീം ഷോൺ ഇൻ ഫിഗർ. സോ നമുക്കൊരു ബീം ഉണ്ട്, ബീം എ ബി. എ ബിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6 മീറ്റർ. ബീം എ ബി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അറ്റ് പോയിന്റ് എയും അറ്റ് പോയിന്റ് ബിയും ആണ്. എയിൽ ഒരു ഹിഞ്ച് സപ്പോർട്ടാണ്, ബിയിൽ ഒരു റോളർ സപ്പോർട്ടാണ്. ഓക്കെ, സോ നമുക്ക് പിന്നെ ഇതിനകത്തേക്ക് രണ്ട് ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു വേർട്ടിക്കൽ ഫോഴ്സ് 10 കിലോ ന്യൂട്ടൺ, ഒരു ഇൻക്ലൈൻ ഫോഴ്സ് 20 കിലോ ന്യൂട്ടൺ. അതിൻ്റെ ഇൻക്ലിനേഷൻ 60 ഡിഗ്രി ആണ്. ഓക്കെ, സോ നമുക്കിനി ആദ്യം ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കറക്റ്റായിട്ട് വരയ്ക്കാം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ്റെ നേച്ചറൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഓരോ റിയാക്ഷൻസ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, റോളർ സപ്പോർട്ടിലെ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് വിൽ ബി ഓൾവേസ് വേർട്ടിക്കൽ അല്ലേ? അതെപ്പോഴും വേർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും. സോ അത് നമുക്ക് അവിടെ കറക്റ്റായിട്ട് വേർട്ടിക്കൽ വരയ്ക്കാം. ഓക്കെ, ആ വേർട്ടിക്കൽ അയക്കുന്നുള്ളത് അപ്പോഴും ഡൗൺവേർഡ് ആണോ നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോഴേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി ഹിഞ്ചിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റിയാക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഇൻക്ലൈൻഡ് റിയാക്ഷൻ എപ്പോഴാണ് വരിക? ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും വേർട്ടിക്കൽ റിയാക്ഷനും സെയിം പോയിന്റിൽ വരുമ്പോഴാണ് അത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആവുക. സോ ഹിഞ്ചിൽ ഇൻക്ലൈൻ റിയാക്ഷൻ വരാനുള്ള പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് അത് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അത് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ലോഡിങ്ങിലേക്ക് നോക്കിയാൽ മതി. സോ ലോഡിങ്ങിലേക്ക് നോക്കുക. ലോഡിങ് വേർട്ടിക്കൽ ആയിട്ടുള്ള ലോഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ വേർട്ടിക്കൽ ആയിട്ടുള്ള റിയാക്ഷനെ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അവിടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഇൻക്ലൈൻ ഫോഴ്സ് ഉണ്ട് അല്ല? ഇൻക്ലൈൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ഈ ഇൻക്ലൈൻ ഫോഴ്സിന് ഒരു ഹൊറിസോണ്ടൽ കമ്പണന്റും ഉണ്ടാവും, ഒരു വേർട്ടിക്കൽ കമ്പണന്റും ഉണ്ടാവും. സോ വേർട്ടിക്കൽ കമ്പണന്റ് കാരണം അതിനൊരു വേർട്ടിക്കൽ റിയാക്ഷനും ഉണ്ടാവും. ഹൊറിസോണ്ടൽ കമ്പണന്റ് കാരണം അതിനൊരു ലോഡിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് കാരണം ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ജനറേറ്റ് ആവും അല്ലേ? നമുക്കതൊക്കെ കറക്റ്റായിട്ട് ആ പോയിന്റിലേക്ക് മാറ്റി വരയ്ക്കാം. ഓക്കെ, സോ നമുക്കിനി ഇതിനൊക്കെ ഓരോ പേര് കൊടുക്കാം. അത് റിയാക്ഷനാണ്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയിടാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, സോ ഇതൊക്കെയാണ് റിയാക്ഷൻ, ഇതാണ് അതിൻ്റെ ലോഡ്. ഇനി ഇവിടെ പോയിന്റ് എയിൽ വരുന്ന വേർട്ടിക്കൽ റിയാക്ഷനെ ഞാൻ RAV എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ റിയാക്ഷനെ ഞാൻ RAH എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ബിയിൽ വരുന്ന റിയാക്ഷനെ ഞാൻ RB എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം അല്ലേ? നമുക്ക് എങ്ങനെ റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുക? ബീം ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ? ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ബീം ഫെയിൽ ആയി പോകും. സോ ബീം ഇക്വിലിബ്രിയത്തിലാണ്, ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷനെ ഉണ്ടാവുള്ളൂ. സിൻസ് ദ ബീം ഈസ് ഇൻ ഇക്വിലിബ്രിയം, നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? Sum of all horizontal forces is equal to 0. Sum of all vertical forces is equal to 0. And sum of all moments is equal to 0. Okay, so നമുക്കിനി ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ യൂസ് ചെയ്യാം. Sum of all horizontal forces is equal to 0. ഇനി ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് നോക്കാം. ഏതൊക്കെ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത്? ഒരു RAH ഉണ്ട്, പിന്നെ ഒരു ഇൻക്ലൈൻ ഫോഴ്സ് ഉണ്ട്. സോ അതിനൊരു ഹൊറിസോണ്ടൽ കമ്പണന്റും ഉണ്ടാവും അല്ലേ? നമ്മളുടെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് റൈറ്റും ടുവേർഡ്സ് ടോപ്പുള്ള ഫോഴ്സുകളൊക്കെ പോസിറ്റീവാണ്. സോ RAH എങ്ങോട്ടാ? അത് ടുവേർഡ്സ് റൈറ്റ് ആണ്. സോ അത് നമുക്ക് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. സോ RAH. ഇനി അടുത്തത് 20 കിലോ ന്യൂട്ടൺ. അത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക? അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ? ആ ഹൊറിസോണ്ടൽ കമ്പണന്റ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്?
ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ നമ്മൾ മൈനസ് ഇടുക. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഏതാ? ആംഗിൾ എവിടെയാണ്? 60 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 20 cos 60 അല്ലേ? ഇനി വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഫ്രം ദർ യു വിൽ ഗെറ്റ് RH ഈക്വൽ ടു 20 cos 60. എത്രയാ? കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 10 കിലോ ന്യൂട്ടൺസ്. സോ നമ്മൾ RH കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് സിഗ്മ V is equal to 0. Sum of all vertical forces is equal to 0. ഏതൊക്കെ vertical forces? ഒരു RAV വരുന്നുണ്ട്. ഡയറക്ഷൻ ഏതാ? അപ്വേർഡ് ഡയറക്ഷൻ ആണ്. സോ നമ്മൾ പോസിറ്റീവ് സിമ്പിൾ നമ്മളുടെ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. സോ RAV പോസിറ്റീവ് ആണ്. ഇതിൽ RB ഉണ്ട്, പ്ലസ് RB. ഇനി അടുത്ത ഫോഴ്സ് ഏതാ? ഒരു 10 കിലോ ന്യൂട്ടൺ അല്ലേ? അത് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ് ആണ്. സോ മൈനസ് 10. ഇനി അടുത്തത് 20. 20 എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ് അല്ലേ? സോ അതും നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എത്രയാ? 20 sin 60. ഇനി വേറെ ഏതെങ്കിലും വെർട്ടിക്കൽ ഫോഴ്സസ് ഉണ്ടോ? ഇല്ല. മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു 0. From that we will get RAV plus RB is equal to 10 plus 20 sin 60. From that we will get RAV plus RB is equal to how much? 27.32. നമ്മളുടെ അടുത്ത കണ്ടീഷൻ എന്താണ്? സം ഓഫ് ഓൾ മൊമെന്റ്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ? സോ നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, എപ്പോഴും ഒരു പോയിന്റിനെ ബോട്ടായിട്ടായിരിക്കും മൊമെന്റ് വരിക. നമുക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുക്കാൻ പോകുന്നത് പോയിന്റ് എ ആണ്. കാരണം പോയിന്റ് എയിൽ അൺനോൺ ആയിട്ടുള്ള രണ്ട് ഫോഴ്സ് RH ഇപ്പം നോൺ ആയിട്ടുണ്ട്, RAV മാത്രമേ അൺനോൺ ഉള്ളൂ. എനിവേ പോയിന്റ് എയിൽ എടുക്കുകയാണെങ്കിൽ ഒരു അൺനോൺ ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. സോ എനിക്ക് ആ ഫോഴ്സിനെ അങ്ങ് 0 ആക്കാം. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് എ ആണ്. സോ സിഗ്മ MA ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇനി എല്ലാ ഫോഴ്സും എബൌട്ട് എ മൊമെന്റ് എടുക്കുക. ഏതൊക്കെ ഫോഴ്സ് വരിക? ഇതൊരു RH ഉണ്ട് അല്ലേ? RH കാരണം പോയിന്റ് എയിൽ മൊമെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ലിവർ ആം ഡിസ്റ്റൻസ് 0 ആണ്. ഇനി അടുത്തത് RAVക്കും സെയിം കണ്ടീഷൻ. ആക്ട് ചെയ്യുന്നത് സെയിം പോയിന്റിലാണ്. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും കൺസിഡർ ചെയ്യുന്ന പോയിന്റും തമ്മിൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ദാറ്റ് മീൻസ് ലിവർ ആം ഡിസ്റ്റൻസ് 0 ആണ്. ഹെൻസ് RAV കാരണം പോയിന്റ് എയിൽ മൊമെന്റം ഉണ്ടാവില്ല. ഇനി അടുത്ത ഫോഴ്സ് 10 കിലോ ന്യൂട്ടൺ അല്ലേ? ഇനി 10 കിലോ ന്യൂട്ടൺ കാരണം മൊമെന്റ് എത്രയാ? 10 ഇൻറ്റു അതിൻ്റെ ലിവർ ആം ഡിസ്റ്റൻസ്. ലൈൻ ഓഫ് ആക്ഷൻ, പോയിന്റ് ഓഫ് അണ്ടർ കൺസിഡറേഷൻ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ലിവർ ആം ഡിസ്റ്റൻസ് ഇസ് 2 മീറ്റർ അല്ലേ? ഇനി അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ മൊമെന്റ് എടുക്കുമ്പോഴത്തേനും നമ്മുടെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് മൊമെന്റുകളാണ് നമുക്ക് പോസിറ്റീവ്. ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണല്ലേ? എന്താ ചെയ്യേണ്ടത്? ലിവർ ആം ഡിസ്റ്റൻസിനെ ഒരു അയൺ റോഡായിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ ഏത് പോയിന്റിലാണോ മൊമെന്റ് എടുക്കുന്നത് ആ മൊമെന്റിൽ അതിനെ ഹിഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ അയൺ റോഡിന്റെ വഴി നമ്മളിത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അയൺ റോഡ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ? ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഹെൻസ് ദിസ് ഇസ് പോസിറ്റീവ്. ഇനി അടുത്തത് 20ക്ക് രണ്ട് കമ്പോണന്റ് ഉണ്ട് അല്ലേ? 20 കാരണം 20 sin 60 ഉണ്ട്, 20 cos 60 ആണ് അല്ലേ? ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്. വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും? വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ? നമുക്ക് പോയിന്റിലേക്ക് തന്നെ എടുത്തു വരക്കാം. ഇങ്ങനെ വരും അല്ലേ? ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് 20 cos 60 അല്ലേ? ഇനി ആ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കാരണം മൊമെന്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല അല്ലേ? എന്താ?
ആ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബീമിന്റെ ലൈൻ തന്നെയാണ് അല്ലേ. 20 cos 60 ആക്ട് ചെയ്യുന്നത് ലോങ് ബീമാണ്. ആ ബീമിൽ തന്നെയാണ് പോയിന്റ് എ ഉള്ളത്. സോ അവിടെ ലിവർ ആം ഡിസ്റ്റൻസ് 0 ആണ്. ഹെൻസ് 20 cos 60 കാരണം മൊമെന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ 20 sin 60 എന്ന് പറയുന്ന ഈ ഫോഴ്സ് അതിനൊരു ലിവർ ആം ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ. ഇതാണ് അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ പറഞ്ഞാൽ ഇതാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്. സോ അവിടെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. എത്രയാ? ഇറ്റ് ഇസ് 2 + 2 4 മീറ്റർ. സോ അത് കാരണം അവിടെ ഒരു മൊമെന്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. 20 sin 60 into ലിവർ ആം ഡിസ്റ്റൻസ് 4 മീറ്റർ അല്ലെ. ഇനി അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ? ദാറ്റ് ഇസ് ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലെ. ക്ലോക്ക് വൈസ് മൊമെന്റ് ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആണ്. ഇനി അടുത്ത ഫോഴ്സ് ഏതാ വരുന്നത്? ആർ ബി എന്ന് പറയുന്ന ഫോഴ്സ് കൂടി ഉണ്ട് അല്ലെ. ആർ ബി ലൈൻ ഓഫ് ആക്ഷൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6 മീറ്റർ അല്ലെ. അത് എന്താണ്? അത് ആന്റി ക്ലോക്ക് വൈസ് ആണ് അല്ലെ. ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് പോയിന്റ് എയിൽ ജനറേറ്റ് ചെയ്യുക. സോ അത് നെഗറ്റീവ് ആണ്. ആർ ബി ഇൻറ്റു 6 അല്ലേ. ഈക്വൽ വേറെ ഫോഴ്സുകളൊന്നുമില്ല. ഹെൻസ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാം അല്ലേ. നമുക്ക് സോൾവ് ചെയ്യാം. 6 RB ഇസ് ഈക്വൽ ടു എത്ര വന്നു? -20 മൈനസ് സോറി -20 അല്ലല്ലോ, നമ്മൾ ആർ ബിന്റെ സൈഡിൽ കൊണ്ടുപോയാൽ മതി അല്ലേ. 20 പ്ലസ് എത്രയാണ്? 80 sin 60. 80 sin 60 and that is 89.28 അല്ലേ. From that we will get RB is equal to 89.28 divided by 6 and that's equal to 14.88 kilonewtons അല്ലേ. സോ നമുക്ക് ആർ ബിയുടെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആർ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷനിൽ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് കിട്ടും RAV പ്ലസ് ആർ ബിയുടെ വാല്യൂ 14.88 is equal to 27.32. From that RAV is equal to 27.32 minus 14.88 and that is 12.44 kilonewtons അല്ലേ. ഇപ്പൊ നമുക്ക് എല്ലാ വാല്യൂവും കിട്ടി. RAVയുടെ വാല്യൂ എത്രയാണ്? That's 12.44 kilonewtons. RHന്റെ വാല്യൂ എത്രയാണ്? That's 10 kilonewtons. RBയുടെ വാല്യൂ എത്രയാണ്? That's 14.88 kilonewtons. ഇനി നമുക്ക് വേണമെങ്കിൽ റിയാക്ഷൻ ടേക്ക് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും ആയിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒരുമിച്ച് ഒറ്റ ഫോഴ്സ് ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കണം? നമുക്ക് ഈ ഫോഴ്സിൻ്റെ ഒക്കെ ഒരു കോപ്പി എടുക്കാം. സോ ഇതൊക്കെയാണ്, ഇത് രണ്ടാണ് നമ്മളുടെ ഫോഴ്സ് വന്നത്. ഇതിൻ്റെ റിയാക്ഷൻ എങ്ങനെ വരും? സോറി, റിയാക്ഷൻ അല്ല, നമ്മളതിനെ ഒറ്റ ഫോഴ്സ് ആയിട്ട് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് അല്ലേ ഇങ്ങനെ വരും അല്ലേ. നമുക്ക് പാരലോഗ്രാം ലോയോ ഇല്ലെങ്കിൽ ട്രയാങ്കുലർ ലോയോ നമുക്ക് യൂസ് ചെയ്യാം. ഇഫ് ദിസ് ഇസ് റിസൾട്ടൻ്റ് ഞാൻ RA എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോൾ പാരലോഗ്രാം ലോയാണ് യൂസ് ചെയ്യുന്നത്. എന്താ?
RA is equal to square root of R square RH square plus RAV square plus 2RAH RAV cos theta അല്ലേ? ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളാണ്? RHഉം RAVയും തമ്മിലുള്ള ആംഗിളാണ്. ഇവിടെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ് അല്ലേ? സോ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഴുതാം ഈക്വൽ ടു square root of 10 square plus 12.44 the square, and that's equal to 15.96 kilonewtons അല്ലേ? സോ ആറയുടെ വാല്യൂ നമുക്ക് കിട്ടി. That's 15.96 kilonewtons അല്ലേ? നിങ്ങൾക്ക് എന്തുകൂടി കണ്ടുപിടിക്കണം? അതിൻ്റെ ഇൻക്ലിനേഷൻ കൂടി കിട്ടണം അല്ലേ? സോ ഈ ആംഗിള് ഫൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? tan phi is equal to RAV by RH എന്ന് എഴുതാം അല്ലേ? Where phi is this value. Okay. So tan phi is equal to RAV by RH അല്ലേ? tan എടുത്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് RAV by RH നമുക്ക് എഴുതാം. From that നമുക്ക് എങ്ങനെ എഴുതാം? tan phi is equal to RAVയുടെ വാല്യൂ എത്രയായിരുന്നു? RAV is 12.44. 12.44 divided by RH value was 10. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? ഫൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? That will be tan inverse 12.44 divided by 10. And it's 51.2056 degrees. So നമുക്ക് ഇതിൻ്റെ കോപ്പി എടുക്കാം. റിയാക്ഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ ഫൈനലായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഔട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ലൊരു പ്രാക്ടീസാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് എഴുതുന്നതിനേക്കാളും കൂടുതലല്ല നമുക്ക് പിക്ചറാണ് നമ്മളെ കൂടുതൽ ക്യാപ്ചർ ചെയ്യാം. സോ ഇവിടെ കൊണ്ട് കറക്റ്റായിട്ട് വെക്കാം. വാല്യൂ എത്രയായിരുന്നു? ആറയുടെ വാല്യൂ ദാറ്റ്സ് 15.96 അല്ലേ? This is 15.96 kilonewton at an angle 51.2056 degrees. And this is the result. Okay.